ഒടുവിൽ ഇതാ നെതന്യാഹുവിന് മേലുള്ള കുരുക്കുകൾ മുറുകുകയാണ്. യുദ്ധക്കൊതിയനായ ഒരു ഭരണാധികാരിയെ രാജ്യത്തിന് ആവശ്യമില്ല. ഗാസയിൽ അയാൾ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് കാലം മറുപടി പറയുക തന്നെ ചെയ്യണം. ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ നിങ്ങൾക്കിവിടെ എന്തായാലും ലഭിച്ചിരിക്കും. അധികാരത്തിന്റെ ഗർവിലും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മറവിലും എത്ര കാലം ഒളിച്ചിരുന്നാലും നിയമത്തിന്റെയും നീതിയുടെയും കരങ്ങളിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് അധികകാലം മാറി നിൽക്കാനാകില്ല. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ജനങ്ങളെ വഞ്ചിച്ചും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തും കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യവും ശാശ്വതമല്ല. കൈക്കൂലിയുടെയും അഴിമതിയുടെയും നിഴലിൽ നിൽക്കുന്ന ഈ ഭരണാധികാരി തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധത്തെയും വിഭജനത്തെയും ആയുധമാക്കുമ്പോൾ അത് നീതിപീഠത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. എന്നാൽ ഇസ്രായേലിന്റെ നിയമവ്യവസ്ഥയുടെ കരുത്തും ജനങ്ങളുടെ പ്രതിഷേധാഗ്നിയും നെതന്യാഹുവിനെ അഴിമതി കേസുകളുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നത് മറ്റൊരു സത്യം. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് കാലം കരുതി വെച്ച ശിക്ഷയിൽ നിന്ന് ഒരു ഭരണാധികാരിക്കും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന സത്യം ഇസ്രായേലിന്റെ മണ്ണിൽ വൈകാതെ യാഥാർത്ഥ്യമാകും. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. അതായത് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നെടുന്തൂണായി സ്വയം അവരോധിച്ച ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അഴിമതി ആരോപണങ്ങളുടെയും നിയമപരമായ നൂലാമാലകളുടെയും ഇടയിൽ തന്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ആ രാജ്യത്തെ തന്നെ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അധികാരത്തിൽ തുടരാൻ വേണ്ടി രാജ്യത്തെ നിയമവ്യവസ്ഥയെയും നീതിന്യായ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം ആധുനിക ജനാധിപത്യ ലോകത്തിന് ഒട്ടും ആവേശമുള്ള ഒന്നല്ല. പക്ഷേ നെതന്യാഹുവിന്റെ ചിത്രം അങ്ങനെയാണ്. നെതന്യാഹുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ബോക്സിൽ ചെയ്തു. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് വരാം. എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത്? പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കറുത്ത നിഴലാണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ വലിയ വിഭാഗീയതയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പ്രസിഡന്റ് ഐസക് ഹോർസോഗ് തന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് നെതന്യാഹുവിന് മാപ്പ് നൽകുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് നിയമവാഴ്ചയുടെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ജനാധിപത്യ സങ്കല്പത്തിന് മുകളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുന്നത് അപകടകരമായ കീഴ്വഴക്കമായിട്ട് തന്നെയാണ് മാറുക. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾ ഇസ്രായേലിലെ കോടതികളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. നീതിന്യായ പരിഷ്കാരങ്ങളുടെ പേരിൽ അദ്ദേഹം കൊണ്ടുവന്ന പല മാറ്റങ്ങളും കോടതികളുടെ അധികാരം കുറയ്ക്കാനും സർക്കാരിന് കൂടുതൽ നിയന്ത്രണങ്ങൾ നൽകാനുമുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് എന്ന് വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറ ഇളക്കുന്നവ തന്നെയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഭരണഘടനയെയും നിയമവ്യവസ്ഥയും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നത് ഏകാധിപത്യ പ്രവണതകളുടെ ലക്ഷണമല്ലാതെ മറ്റെന്താണ്? ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇസ്രായേൽ നടത്തുന്നതും അത് തന്നെയാണ്. പ്രസിഡന്റ് മാപ്പ് നൽകുകയാണ് എങ്കിൽ അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളെ തകർക്കുക മാത്രമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന ഭരണാധികാരികൾക്ക് തെറ്റായ ഒരു സന്ദേശം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ പാടില്ല. അധികാരമുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന ചിന്താഗതി സമൂഹത്തിൽ പടരുന്നത് രാജ്യത്തിന്റെ സാമൂഹിക സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ നേരിടുന്ന ഈ പ്രതിസന്ധി കേവലം നെതന്യാഹു എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, മറിച്ച് ജനാധിപത്യവും അധികാരമോഹവും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിന്റെ പ്രതിഫലനം കൂടിയാണത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായയെ മലിനമാക്കുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരേണ്ടത് ആ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നീതിയുടെ താല്പര്യങ്ങളെക്കാൾ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ചരിത്രപരമായി വലിയൊരു തെറ്റായിട്ട് തന്നെ അവശേഷിക്കും. ഇസ്രായേൽ ഇന്ന് എത്തി നിൽക്കുന്ന ഈ സങ്കീർണമായ സാഹചര്യം കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ആധുനിക ജനാധിപത്യത്തിന്റെ തന്നെ വിധി നിർണയിക്കുന്ന ഒന്നാണ്. ഒരു വശത്ത് രാജ്യത്തിന്റെ ഐക്യവും രാഷ്ട്രീയ സ്ഥിരതയും മുൻനിർത്തി നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന വാദം ഉയരുമ്പോൾ അത് ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങൾ വളരെ വലുതാണ്. നിയമവ്യവസ്ഥയിലെ ഈ വിള്ളൽ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ആഘാതം പ്രവചനാതീതമായിരിക്കുമെന്ന കാര്യമാണ് പറയാനുള്ളത്. പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരമുണ്ട്. തന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് നെതന്യാഹുവിനെ സംരക്ഷിക്കാൻ മുതിർന്നാൽ അത് ഇസ്രായേലിലെ തെരുവുകളെ അഗ്നിപർവ്വതമാക്കാൻ മാറ്റാനുള്ള സാധ്യത വരെ കാണാം. നിയമം എല്ലാവർക്കും തുല്യമാണ് എന്ന വിശ്വാസം തകരുന്ന നിമിഷം ജനങ്ങൾ ഭരണകൂടത്തിന് നൽകുന്ന അംഗീകാരമാണ് ഇല്ലാതാകുക.
ഇത് സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കപ്പുറം ഭരണഘടനാപരമായ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ നയിച്ചേക്കാനുള്ള സാധ്യത വരെ ഉണ്ട്. സാധാരണക്കാരന്റെ ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷിക്കപ്പെടുമ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് അഴിമതി കേസുകളിൽ ഇളവ് നൽകുന്നത് സാമൂഹിക നീതിയുടെ നഗ്നമായ ലംഘനമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇസ്രായേൽ ജനത ഈ വിഷയത്തിൽ എന്തായാലും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സ്ഥിരത എന്ന വ്യാജേന നീതിയെ ബലി കഴിക്കുന്നത് അപകടകരമായ ഒരു കീഴ്വഴക്കമാണ്. ഒരു ഭരണാധികാരിക്ക് കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാപ്പിലൂടെ രക്ഷപ്പെടുന്നത് ജനാധിപത്യത്തിലെ ചെക്ക് ആൻഡ് ബാലൻസ് സംവിധാനത്തിന്റെ പരാജയമായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. ഇത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ ആ രാജ്യത്തിന്റെ വിശ്വാസ്യതയെയും ബാധിക്കുന്ന വിഷയമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യപ്പെടുമോ അതോ നീതി ജയിക്കുമോ എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു പാഠമായിരിക്കും. സങ്കീർണമായ നിയമ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രധാനമായും 3 അഴിമതി കേസുകളാണ് ഇസ്രായേൽ കോടതിയുടെ പരിഗണനയിലുള്ളത്. അതെന്താണെന്ന് പറയാം. കേസ് 1000, കേസ് 2000, കേസ് 4000 എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത്. ഈ കേസുകളിൽ ചുമത്തപ്പെട്ട പ്രധാന ആരോപണങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. ശതകോടീശ്വരന്മാരായ സുഹൃത്തുക്കളിൽ നിന്ന് നെതന്യാഹുവും കുടുംബവും വില കൂടിയ ഉപഹാരങ്ങൾ കൈപ്പറ്റി എന്നതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണം. ആഡംബര സിഗറുകൾ, വിലപിടിപ്പുള്ള ഷാമ്പെയിൻ, ആഭരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഉപഹാരങ്ങൾക്ക് പകരമായി ഇസ്രായേലിലെ ബിസിനസ് പ്രമുഖർക്ക് അനുകൂലമായ രീതിയിൽ നികുതി ഇളവുകൾ നൽകാനും വിസ പ്രശ്നങ്ങളിൽ ഇടപെടാനും നെതന്യാഹു തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. വിശ്വാസവഞ്ചന, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രമുഖ പത്രമായ യെദിയോത്ത് അഹരോനോത്തിന്റെ ഉടമയുമായി നെതന്യാഹു നടത്തിയ രഹസ്യ ഇടപാടാണ് ഈ കേസിന്റെ ആധാരം. നെതന്യാഹുവിന് അനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പകരമായി ആ പത്രത്തിന്റെ പ്രധാന എതിരാളികളായ ഇസ്രായേൽ ഹയോം എന്ന പത്രത്തിന്റെ പ്രചാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നിയമനിർമ്മാണം നടത്താമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നതാണ് ഇതിലെ കുറ്റം. ഇത് അധികാര ദുർവിനിയോഗമായും വഞ്ചനയുമായിട്ട് തന്നെയാണ് നിയമവൃത്തങ്ങൾ നോക്കിക്കാണുന്നത്. അതായത് പവർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണ് നെതന്യാഹു ഇവിടെ പറയുന്നത്. നെതന്യാഹു നേരിടുന്ന ഏറ്റവും ഗുരുതരമായ കേസുകളിൽ ഒന്നുകൂടിയാണിത്. നെതന്യാഹു ചെയ്ത കുറ്റങ്ങൾ കഴിഞ്ഞിട്ടില്ല. നെതന്യാഹു നേരിടുന്ന ഏറ്റവും ഗുരുതരമായ കേസുകളിൽ ഒന്നാണിത്. ഇസ്രായേലിലെ ടെലികോം ഭീമനായിട്ടുള്ള ബെസക് ഉടമയ്ക്ക് അനുകൂലമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരമായി ആ ഉടമയുടെ കീഴിലുള്ള ബാല എന്ന വാർത്താ വെബ്സൈറ്റിൽ തനിക്ക് അനുകൂലമായ വാർത്തകൾ വരാൻ നെതന്യാഹു സ്വാധീനം ചെലുത്തി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ കേസിൽ കൈക്കൂലി വാങ്ങിയെന്ന ഗുരുതരമായ കുറ്റമാണ് നെതന്യാഹുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഇത്തരം കേസുകൾ വന്നിട്ടുള്ളത്. ഈ കുറ്റാരോപണങ്ങൾ നിലനിൽക്കെ തന്നെ ഭരണത്തിൽ തുടരുന്നത് ഇസ്രായേലിലെ നീതിന്യായ വ്യവസ്ഥയെയും രാഷ്ട്രീയ ധാർമ്മികതയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകവുമാണ്. നിയമത്തിന് മുന്നിൽ സാധാരണക്കാരനെന്നോ ഭരണാധികാരി എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നീതി നടപ്പിലാക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ അഴിമതി കേസുകളും ഇന്ന് ഇസ്രായേലിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരന്തരമായ യുദ്ധങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അതായത് ഇതിനെ കേവലം ഒരു രാജ്യരക്ഷാ തന്ത്രമായി കാണുന്നതിനേക്കാൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള ഒരു കവചമായിട്ട് വിശകലനം ചെയ്യാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. വിചാരണ വേളയിൽ തന്നെ രാജ്യം യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുന്നത് യാദൃശികമല്ലെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും ഇസ്രായേലുണ്ട്. ഗസയിൽ ഹമാസിനെതിരെ തുടർന്ന സൈനിക നടപടി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അഴിമതി കേസുകളിലെ വിധിയും ചർച്ചയാകുമെന്ന തിരിച്ചറിവാണ് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവും. അമേരിക്ക പോലും യുദ്ധം വേണ്ട എന്ന ഘട്ടത്തിൽ ഇറാനോട് പോയി യുദ്ധം ചെയ്ത ആളുകൂടിയാണ് ഇസ്രായേൽ. ലെബനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്നതും സിറിയയിലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള തന്ത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിലൂടെ ഒരു യുദ്ധകാല നായകൻ എന്ന പ്രതിച്ഛായ നിർമ്മിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെയും പശ്ചിമേഷ്യ ആകെയും നെതന്യാഹു ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന വിമർശനം ഇതിനാൽ തന്നെ ഏറെ ശക്തവുമാണ്. ആഭ്യന്തരമായി ജനങ്ങൾ ഭരണകൂടത്തിന് എതിരെ തിരിയുമ്പോൾ പുറമേയുള്ള ശത്രുക്കളെ കാണിച്ച് ഭയപ്പെടുത്തി ലോക ശ്രദ്ധ തിരിക്കുക എന്ന നെതന്യാഹുവിന്റെ പഴയ തന്ത്രത്തിന്റെ ഭാഗമാണിത്. ഗസയിലും ലബനിലും നിരപരാധികളുടെ രക്തം വീഴുമ്പോഴും
തന്റെ ഔദ്യോഗിക പദവി സംരക്ഷിക്കാനും വിചാരണയിൽ നിന്ന് ഒഴിവാക്കാനും യുദ്ധം ഒരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് അദ്ദേഹത്തിന്. നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഭരണാധികാരി എത്രത്തോളം അപകടകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നതിന്റെ നേർചിത്രം തന്നെയാണ് നെതന്യാഹു എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരിക്കും നെതന്യാഹുവിന്റെ ഭാവി എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ചെയ്തു കൂട്ടിയ ശിക്ഷയ്ക്ക് നെതന്യാഹുവിന് ശിക്ഷ ലഭിക്കേണ്ടേ? അല്ലാതെ മാപ്പ് നൽകി അയാളെ വെറുതെ വിടാൻ സാധിക്കുമോ? പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരിക്കലും മാപ്പ് നൽകരുത് എന്നും തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തു തന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.